കേരളത്തിൽ KPCCയുടെ പ്രസിഡന്റ് ഇല്ലാത്തതൊരു പോരായ്മ തന്നെയാണ്. അത് എത്രയും വേഗം അതിന് പരിഹാരം കാണുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജാതി സമവാക്യങ്ങളുടെ പേരിൽ കേരളത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പാർട്ടി പിന്തിരിയണം. കാരണം കഴിഞ്ഞ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പിണറായി വിജയനാണ് കേരളത്തിലെ പാർട്ടി സെക്രട്ടറി. ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. കഴിഞ്ഞ പിണറായി വിജയന്റെ ക്യാബിനറ്റിൽ 10 മന്ത്രിമാർ ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. അതിനു മുമ്പെടുത്ത CPI മന്ത്രിമാരിൽ 4 പേർ ഒരേ സമുദായത്തിൽപ്പെട്ടവർ. ഈ ജാതി സമവാക്യങ്ങൾ എന്ന് അവസാനിക്കുന്നു, എന്ന് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പാർട്ടി ഘടകങ്ങൾ നേതാക്കന്മാരെ തീരുമാനിക്കുന്നു, അന്നേ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ പാരമ്പര്യം, പൈതൃകം, പ്രവർത്തന മികവ്, അതുപോലെ തന്നെ നിലപാടുകൾ ഉള്ള ആളായിരിക്കണം KPC പ്രസിഡന്റ്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ വരുന്ന പേരുകളിൽ അവർ പരിഗണിക്കട്ടെ, ആരാണ് ഇതെല്ലാം ഉള്ള ഒരാള്, അത് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, എല്ലാവരും PR വർക്ക് നടത്തി അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുന്ന അല്ലാതെ അവർക്ക് വേണ്ടി ആരും പറയാനില്ല. ഞാൻ കോൺഗ്രസ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ അവരെയും എൻ്റെ വികാരം അറിയിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കുന്നവരാണ്. എന്ത് തീരുമാനിച്ചാലും കഴിഞ്ഞ ഈ 10-60 വർഷക്കാലമായി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തന നിലയ്ക്ക് ഞാൻ ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനത്തെയും അംഗീകരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം മരിക്കുമ്പോൾ ഒരു ത്രിവർണ പതാക എൻ്റെ ശരീരത്ത് വീഴണം എന്നുള്ളതാണ് എൻ്റെ അദമ്യമായ ആഗ്രഹം. ഞാൻ ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ കാസർഗോട്ടെ ചാനലുകാർ റിപ്പോർട്ട് ചെയ്ത വിവരം ഞാൻ അറിഞ്ഞത്. അത് വാസ്തവമാണെങ്കിൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അതൊരു ക്രിമിനൽ ഒഫൻസാണ്. കാരണം ഇലക്ഷൻ അട്ടിമറിക്കാൻ, പിന്നെ ഇലക്ട്രോണിക് മെഷീൻ ഹാക്ക് ചെയ്ത് പിന്നെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞത് കേവലം നിസ്സാരവൽക്കരിക്കേണ്ട. ഇത് കോൺഗ്രസിന്റെ വേദികളിലോ UDFന്റെ വേദികളിലോ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നടത്തിയ ഹീനമായ ഒരു ശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ. ഇത് വാസ്തവമാണെങ്കിൽ, അതല്ല വ്യക്തികളെ അപമാനിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ആണെങ്കിൽ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നവരെ ശിക്ഷിക്കേണ്ട ഒരു നടപടി കൂടിയുണ്ട്. കാര്യം വ്യക്തിഹത്യ ഒരിക്കലും ആർക്കും ഭൂഷണമല്ല. ഇവിടെ ഇന്നലെ നിങ്ങൾ കൊടുത്ത വാർത്തയ്ക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ ഈ വാർത്തയ്ക്ക് പിന്നിൽ ആരാണോ അവര് തിങ്കളാഴ്ച കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇവിടെ വരുന്നു, അദ്ദേഹത്തിന് രേഖാമൂലം പരാതി കൊടുക്കണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ. കാരണം ഇനി ഒരിക്കലും ഈ സംഭവം കേരളത്തിൽ ഒരിടത്തും ആവർത്തിക്കാൻ പാടില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ തിങ്കളാഴ്ച രേഖാമൂലം കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുക്കും. കാരണം ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കണം. കാരണം ഈ പറയപ്പെടുന്ന വാർത്ത യാഥാർത്ഥ്യമാണെങ്കിൽ ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ക്രിമിനൽ ഒഫൻസിൽ ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് ഈ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്, മാത്രമല്ല ആരെയൊക്കെയാണ് ജയിപ്പിക്കുക. അപ്പൊ MLA മാരെ സമീപിച്ചു എന്നാണ് വാർത്ത. അങ്ങനെയാണെങ്കിൽ MLA മാർ മൊഴി കൊടുക്കട്ടെ. ഏതൊക്കെ MLA മാരെയാണ് സമീപിച്ചത്, അവർ മൊഴി കൊടുക്കണ്ടേ? ആരൊക്കെയാണ് സമീപിച്ചത്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്ന് നമുക്കറിയണം. കാരണം ഇത് ജനാധിപത്യം അട്ടിമറിക്കാൻ നടത്തിയ ഒരു ശ്രമമാണെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ അത്തരം ശ്രമങ്ങളെ ഒരു ജനാധിപത്യ രാജ്യത്ത് വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. അത് കോൺഗ്രസ് ആയാലും ആരായാലും എത്ര ഉന്നതനായാലും ഈ പറയപ്പെടുന്ന വാർത്തയ്ക്ക് അടിസ്ഥാനം ഉണ്ടെങ്കിൽ ആ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കണം. കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവരണം, അവർ അറസ്റ്റ് ചെയ്യപ്പെടണം. മാത്രമല്ല മേലാൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കാസർഗോട്ട് എന്നല്ല ഒരിടത്തും ആവർത്തിക്കാൻ പറ്റില്ല. ജനാധിപത്യത്തിൽ ഇത്തരം അട്ടിമറികളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ആരെയൊക്കെയാണ് ഈ പറയപ്പെടുന്ന വ്യക്തി സമീപിച്ചത്, അവർ രേഖാമൂലം പരാതി ഹോം മിനിസ്റ്റർ കൊടുക്കണം, പോലീസിന് കൊടുക്കണം. കൊടുത്തിട്ട് ഇത് അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ ഇത് ചാനലിനും പത്രത്തിനും കൊടുത്തൊരു വാർത്തയാക്കി ചില ആളുകളെ ബോധപൂർവം അപമാനിക്കാനും അവഹേളിക്കാനുമാണ് ചിലരുടെ നീക്കമെങ്കിൽ അതിനെതിരെയും കർശനമായ നടപടി വേണ്ടിവരും.